ഒരു പാട്ട് പാടാൻ, സ്റ്റേജിൽ പാടാൻ ആഗ്രഹം മൂത്ത് കിടന്ന ആളാണ് ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെ പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ക്യാമ്പസ് ക്രൂസൈഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ക്യാമ്പസ് ക്രൂസിൽ നിന്ന് ഈ കൺവെൻഷൻ കൂടാൻ വേണ്ടി, PG വർഗീസ് സാറിൻ്റെ ഒരു കൺവെൻഷൻ കൂടാൻ വേണ്ടി ഞാൻ പാലക്കാട് വന്നു. പാലക്കാട് ജില്ലയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പാട്ടുകളൊക്കെ കേട്ട്, പ്രസംഗമൊക്കെ കേട്ട് തിരിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഒരു 2 മണിക്കൂർ മുൻപേ ഞാൻ പാലക്കാട് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കലാകാരന്മാർ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സമയമായപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, അല്ല, എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരാമോ? അപ്പോൾ കീബോർഡ് വായിക്കുന്ന ആൾ പറഞ്ഞു, തബല വായിക്കുന്ന ആളുണ്ട്, അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ തബല വായിക്കുന്ന ആളുടെ അടുത്ത് ചെന്നു. അച്ഛാ, എനിക്കൊരു പാട്ട് പാടാൻ അവസരം. അന്നേരം അദ്ദേഹം പറഞ്ഞു, കീബോർഡ് വായിക്കുന്ന ആളാണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പം അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ നിന്ന് കീബോർഡ് വായിക്കുന്ന ആളുടെ അടുത്ത് എത്തി. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്കാണ് വിട്ടേന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അങ്ങനെയൊന്നും വിട്ടുപോകുന്ന ആളല്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും. ഏത് പാട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ അന്നേരമൊക്കെ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഒരു പരീക്ഷണാർത്ഥം എന്ന നിലയിൽ അവരെനിക്കൊരു അവസരം തന്നു. അന്ന് ആ വലിയ സംഗീത ട്രൂപ്പിൻ്റെ കൂടെ ഒരു ഗാനം പാടാൻ കർത്താവ് എന്നെ സഹായിച്ചു, കൃപ നൽകി. ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അവരെല്ലാം നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വരുമ്പോൾ അവരെല്ലാം അവിടെ വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഹൃദയത്തിൽ തോന്നാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ഒരുപാട് നന്ദി പറയുകയാണ്. ഇവിടുത്തെ ഈ 4 ദിവസത്തെ കൺവെൻഷൻ ഇന്ന് കഴിയും. പക്ഷേ നിങ്ങൾക്കിത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പക്ഷേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. നാളെ 28, 29 ഡേറ്റുകളിൽ, 27, 28 ഡേറ്റുകളിൽ മൂവാറ്റുപുഴയാണ് നാളെ പ്രോഗ്രാം. 28-ാം തീയതി അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ 29, 30-ാം തീയതി തൃശ്ശൂരിലാണ്. 30-ാം തീയതി അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ 31-ാം തീയതി ഒരു ദിവസത്തേക്ക് വയനാട് പോകണം. ഈ 31-ാം തീയതി വയനാട് പ്രോഗ്രാം കഴിഞ്ഞാൽ നേരെ 1-ാം തീയതി 2-ാം തീയതി പാമ്പാടിയിൽ വീണ്ടും തിരിച്ചു വരണം. 2-ാം തീയതി കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? 2-ാം തീയതി കഴിഞ്ഞാൽ 3ഉം 4ഉം പിന്നെയും ഞാൻ വയനാട് മല കയറണം. ആ വയനാട് മല കയറിക്കഴിഞ്ഞാൽ 4-ാം തീയതി കഴിഞ്ഞാൽ 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ വടശ്ശേരിക്കര വരണം. തീരുന്നുണ്ടോ? ഇല്ല. 9-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും 10ഉം 11ഉം നിലമ്പൂർ വരണം. എന്നുകൊണ്ട് തീരുന്നുണ്ടോ? തീരുന്നില്ല. പിന്നെ 13 മുതൽ 16 വരെ വീണ്ടും പാലക്കാട് വരണം. ഞാനിതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നമുക്ക് ഓടാനുള്ള ആരോഗ്യവും ആയുസ്സും തരുന്ന സമയത്ത് കർത്താവിന് വേണ്ടി ഓടിയാൽ ഇത് ഓടാൻ പറ്റാത്ത ചില അവസരങ്ങൾ വരും. അന്ന് ദൈവം നമ്മളെ കണ്ടോളും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഞാൻ ഇനി എത്ര ദൂരാണെന്ന് പറഞ്ഞാലും അങ്ങ് പോവും. സ്തോത്രം. ഞാനിനി നോക്കും. ഞാനിപ്പം ഇന്നലെ ഞാൻ എൻ്റെ ബുക്ക് നോക്കിയപ്പോൾ ഞാൻ അടുത്ത മാസം 26-ാം തീയതി ഞാൻ എൻ്റെ കുടുംബത്തെത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഓടുന്നതും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതൊക്കെ അതൊരു നല്ല കാര്യത്തിന് തന്നെയാണ്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ.